പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം പ്രഥമോധ്യായ. ഇവിടം തൊട്ട് നവമസ്കന്ധം ആരംഭിക്കുകയായി. എന്താണ് 24 അധ്യായങ്ങളുണ്ട് ഈ നവമസ്കന്ധത്തിൽ. ഈ മഹാവിഷ്ണു ലക്ഷണങ്ങളിലുള്ള 7ാമത്തേതായിട്ടുള്ള ഈശാനുകഥ എന്നുള്ള ലക്ഷണമാണ് ഇത്. അതായത് എന്താണ് ഈശാനുകഥ പറഞ്ഞാൽ അവതാരാനുചരിതം ഹരേശ്ചാസ്യാനുവർത്തിനം പുംസാം ഈശകഥാ പ്രോക്ത നാനാഖ്യാനോപബൃംഹിത. എന്താണ് മഹാവിഷ്ണുവിൻ്റെ പല അവതാരകഥകളും ഭഗവത് ഭക്തന്മാരായുള്ള അസംഖ്യം രാജാക്കന്മാരുടെ മഹത്തായുള്ള ചരിത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട മറ്റ് ആഖ്യാനങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് ഇതിൻ്റെ ഈ സ്കന്ധത്തിൻ്റെ ലക്ഷണം. പ്രധാനമായിട്ട് ഇതിൽ ശ്രീരാമാവതാരം വരും, പരശുരാമാവതാരം വരും, പിന്നീട് ഈ സൂര്യവംശം ചന്ദ്രവംശം, ഇങ്ങനെ 2 പ്രധാന വംശങ്ങളായിരുന്നു. ഈ 2 വംശങ്ങളിലുള്ള വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അനവധി രാജാക്കന്മാരുടെ കഥകളും ഇതിൽ വരും. ഇനി ആരാണ് ഈ സൂര്യവംശവും ചന്ദ്രവംശവും യഥാർത്ഥത്തിൽ തുടങ്ങുന്നതായിരുന്നാണ് വൈവസ്വതമനുവിൽ നിന്നാണ്. അപ്പോൾ ഈ ആദ്യത്തെ അധ്യായത്തിൽ കൊണ്ട് അതിൻ്റെ പ്രാരംഭം കുറിക്കുകയാണ്. സൂര്യവംശവും ചന്ദ്രവംശവും എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിൻ്റെ ആ മൂലം കാണിക്കാൻ വേണ്ടി ആദ്യത്തെ അധ്യായം തുടങ്ങുകയാണ്. രാജോവാച മന്വന്തരാണി സർവാണി ത്വയോക്താനി സുതാനി മേ വീര്യാന്യനന്തവീര്യസ്യ ഹരേ തത്ര കൃതാനി ച. പരീക്ഷിത്ത് ശ്രീ ശിവബ്രഹ്മയ്ക്കോട് പറയുകയാണ്. ത്വയാ ഉക്താനി സർവാണി മന്വന്തരാണി, അങ്ങയാൽ പറയപ്പെട്ട എല്ലാ മന്വന്തരങ്ങളും തത്ര കൃതാനി, അവയിൽ നിർവഹിക്കപ്പെട്ട അനന്തവീര്യസ്യ ഹരേ വീര്യാണിക, ഈ ഓരോ മന്വന്തരങ്ങളിലും ഭഗവാൻ ചെയ്തിട്ടുള്ള വീരകൃത്യങ്ങളും അങ്ങനെയാണ് ഭഗവാൻ അളവറ്റ വീരശാലിയ അനന്തവീര്യനായിട്ടുള്ള ഭഗവാന്റെ വീരകൃത്യങ്ങളും മേ ശ്രുതാനി, അങ്ങ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. യോസൗ സത്യം വ്രതോ നാമ രാജർഷി ദ്രവിഡേശ്വര ജ്ഞാനം യോദീതകൽപാന്തേ ലേവേ പുരുഷസേവയാ സവൈ വിവസ്വത പുത്രോ മനുരാസീതി ശ്രുതം തസ്യ സുതാശ്ചോക്താ ഇക്ഷ്വാകു പ്രമുഖാ നൃപാ. കഴിഞ്ഞ സ്കന്ധത്തിൽ തന്നെ പറയണ്ടായി, സത്യവ്രതൻ എന്നു പേരുള്ള ഈ ദ്രവിഡേശ്വരൻ, ദ്രാവിഡ രാജ്യാധിപതിയായിട്ട് രാജർഷി ആ മത്സ്യാവതാര സമയത്ത് പറയണ്ടായി, ഭഗവാൻ മത്സ്യരൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദർശനം കൊടുത്ത് അദ്ദേഹത്തിന് അല്പജ്ഞാനത്തെ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് മുൻകൽപ്പത്തിൻ്റെ ഒടുവിൽ മഹാപുരുഷൻ്റെ ഉപാസന കൊണ്ട് ജ്ഞാനം ലേവേ, ആത്മജ്ഞാനത്തെ ലഭിക്കേണ്ടായി. അദ്ദേഹം തന്നെയാണ് വിവസ്വത പുത്ര മനു, വിവസ്വാന്റെ പുത്രനായിട്ടുള്ള മനുവായിട്ട് തീർന്നത്. എന്ന അങ്ങയിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലാക്കി. അതായത് ഇപ്പോഴത്തെ മന്വന്തരത്തിലെ മനു ആ വിവസ്വാന്റെ പുത്രനായിട്ടുള്ള വൈവസ്വത മനുവാണ്. അദ്ദേഹം ശ്രാദ്ധദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ കൽപ്പത്തിൽ ഈ സത്യവ്രതൻ എന്നുള്ള രാജാവായിരുന്നു എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള ഇക്ഷ്വാകു മുഖ്യന്മാരായിട്ടുള്ള നൃപാച പല രാജാക്കന്മാരെ പറ്റിയും അങ്ങ് പറഞ്ഞു തന്നു. തേഷാം വംശം പൃഥക് ബ്രഹ്മൻ വംശ്യാനുചരിതാനി ച കീർത്തയസ്വ മഹാഭാഗ നിത്യം ശുശ്രൂഷതാം ഹിനാ. മഹാഭാഗ, അല്ലയോ മഹാഭാഗ്യവാനായിട്ടുള്ള ബ്രഹ്മർഷി, നിത്യം ശുശ്രൂഷതാം നഹി, അതായത് എന്നും ഈ ഭഗവത് കഥകളെ കേൾക്കാൻ ഇച്ഛിച്ചുകൊണ്ടിരിക്കുന്ന അടിയങ്ങൾക്കായിട്ട് തേഷാം വംശ്യാനുചരിതാനിച, അവരുടെ വംശത്തെയും വംശത്തിലുണ്ടായവരുടെ ചരിത്രങ്ങളെയും പൃഥക് വെവ്വേറെയായിട്ട് കീർത്തയസ്വ, ഓരോന്നായി കീർത്തിച്ചു തന്നാലും യേ ഭൂതാ യേ ഭവിഷ്യാശ്ച ഭവന്ത്യദ്യതനാശ്ച യേ തേഷാം ന പുണ്യകീർത്തീനം സർവേഷാം വദ വിക്രമൻ. ഭൂതാ യേ,
അതായത് മുമ്പ് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അതുമാതിരി അദ്യതനായേ ഇന്നുള്ളവരാരൊക്കെയാണ്, പിന്നെയോ ഭവിഷ്യാചയെ ഇനി മേലിൽ ഉണ്ടാവാനിരിക്കുന്നവരും ആരെല്ലാമാണോ, ആ പുണ്യകീർത്തികളായിട്ടുള്ള അവരുടെ എല്ലാം പരാക്രമങ്ങളെയും നവത ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. സൂതൗവാച ഏവം പരീക്ഷിതാരാജ്ഞ സദസി ബ്രഹ്മവാദിനം പൃഷ്ടപ്രോവാച ഭഗവൻ ശുക പരമധമ്മവിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സൂതൻ ശൗനകാദികളോട് പറയുകയാണ്, ഇപ്രകാരം പരീക്ഷത്തിനാൽ ചോദിക്കപ്പെട്ടവനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി എങ്ങനെയാണ് ഇതിൻ്റെ വിശേഷണം? പരമധർമ്മവിൽ, എല്ലാ ധർമ്മങ്ങളും അറിയുന്നവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് അദ്ദേഹം, ഭഗവാനാണ്. ആ ശ്രീശുക ബ്രഹ്മർഷി ബ്രഹ്മവാദിനാം ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള അനവധി ഋഷിമുഖ്യന്മാർ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. ശ്രീശുകൗവാച ശ്രൂയതാം മാനവോ വംശ പ്രാചുര്യേണ പരന്തവ നശക്യരേ വിസ്തരതോ വക്തും വർഷശതൈരവീ. ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, പരന്തവ, അല്ലയോ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവനെ, മാനവവംശം ഇങ്ങനെ മനുവിൻ്റെ വംശചരിത്രം പ്രധാന അംശത്തോടെ മാത്രം ശ്രൂയത, ഞാൻ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. കാരണം വർഷശതൈരവി, അനേകം നൂറ്റാണ്ടുകൾ കൊണ്ടുപോലും വിസ്തരിത വക്തും നശക്യതേ, വിസ്തരിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയണം. അത്ര അധികണ്ട കഥകൾ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചിലത് മാത്രം ചുരുക്കി അങ്ങേക്ക് പറഞ്ഞു തരാം. പരാവരേഷം ഭൂതാനം ആത്മായ പുരുഷപ്പര സേവാസീൽ ഇതം വിശ്വം കർപ്പാന്തേന്യെന്ന കിഞ്ചന. ഇനി ആ സൃഷ്ടി തൊട്ട് അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പരപുരുഷ, യാതൊരു പരമപുരുഷനാണോ പരാവരേഷം ഭൂതാനാം ആത്മാ, അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവായിട്ട് ഇരിക്കുന്നത് സ ഏവ, ആ ആൾ മാത്രമാണ് കൽപ്പാന്തേ, കൽപ്പാന്തത്തിൽ ഇതം വിശ്വം, ഈ പ്രപഞ്ചരൂപത്തിൽ ഉണ്ടായിരുന്നത്. അന്യത് കിഞ്ചന, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഭഗവാൻ മാത്രമേ കൽപ്പാന്തത്തിലും കൽപ്പാതിയിലൊക്കെ ഉള്ളൂ. തസ്യനാഭേ സമഭവൻ പദ്മകോശോ ഹിരൺമയം തസ്മിൻ ജജ്ഞേ മഹാരാജ സ്വയംഭൂ ചതുരാനനാ. ഹേ രാജാവേ, തസ്യ നാഭേ, ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഹിരൺമയ പദ്മകോശ സമഭവൽ, നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഒരു താമരമുട്ട ആവിർഭവിച്ചു. തസ്മിൻ, അതിൽ ആ താമരമുട്ട ചതുരാനന സ്വയംഭൂ യജ്ഞേ, 4 മുഖങ്ങളോട് കൂടിയ സ്വയംഭൂ ആയിട്ടുള്ള ബ്രഹ്മാവ് ജനിച്ചു ആ താമരയിൽ നിന്ന്. മരീചിർ മനസസ്തസ്യ യജ്ഞേ തസ്യാപി കാശ്യപ ദാക്ഷായണ്യം തതോദിത്യം വികസ്വൻ അപവത്സുത. ആ മരീചി, ആ തസ്യ മനസ അജ്ഞി, മരീചി എന്നുള്ള പ്രജാപതി ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ജനിച്ചു. തസ്യ, ആ മരീചിയുടെ പുത്രനായി കശ്യപ പ്രജാപതി ഉണ്ടായി. തഥ അദ്ദേഹത്തിന് ദാക്ഷായണ്യം, ദക്ഷപുത്രിയായ അതിഥ്യാം, അതിഥിയിൽ സുത പുത്രനായി വിവസ്വാൻ അഭവൽ ഉണ്ടായി, വിവസ്വാൻ ഉണ്ടായി. തതോ മനു ശ്രാദ്ധദേവ സംജ്ഞായാമാസ ഭാരത ശ്രദ്ധായം ജനയാമാസ ദശപുത്രൻ സ ആത്മവൻ ഇക്ഷ്വാകു നൃഗശല്യാദി ദിഷ്ടധൃഷ്ടകരൂഷകൻ നരിഷ്യന്തം പൃഷദ്രം ച നവകം ച കവിം വിഭൂ. പരീക്ഷിത്തെ, തഥ അദ്ദേഹത്തിൽ നിന്ന്, അതായത് ഈ വിവസ്വാനിൽ നിന്ന് സംജ്ഞ എന്ന അദ്ദേഹത്തിൻ്റെ പത്നിയിൽ ശ്രാദ്ധദേവൻ എന്നു പേരുള്ള മനു ആസ ഉണ്ടായി. ആത്മവാൻ ആത്മജ്ഞാനിയും പ്രഭാവശാലിയുമായ സ അദ്ദേഹം ശ്രദ്ധായ പത്നിയായ ശ്രദ്ധയിൽ ഇക്ഷ്വാകു നൃഗ ശല്യാദി ദൃഷ്ട ഇക്ഷ്വാകു നൃഗൻ ശല്യാദി ദൃഷ്ടൻ കരൂഷകൻ നരിഷ്യന്തൻ പ്രഷദ്രൻ നഭകൻ കവി, ഇങ്ങനെ 10 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. അപ്രജസ്യ മനോ പൂർവം വസിഷ്ഠോ ഭഗവൻ കില മൈത്രാവരണയോരിഷ്ടിം പ്രജാർത്ഥമകരോൽ പ്രഭു. മിത്രാവരണയോരിഷ്ടിം പ്രജാർത്ഥമകരോൽ പ്രഭു. അതായത് ഈ 10 പുത്രന്മാരെ പറ്റി പറഞ്ഞു മനുവിൻ്റെ. അവരുണ്ടാവുന്നതിന് മുമ്പ് തന്നെ, കുറച്ച് മുമ്പ് തന്നെ അപ്പോൾ സന്താനമൊന്നും ഇല്ലാതിരുന്നിരുന്ന ഈ മനുവിന് സന്താനലബ്ധിക്കായിട്ട് പ്രജാർത്ഥം
പ്രഭു ഭഗവാൻ വസിഷ്ഠ, പ്രഭാവശാലിയും ഭഗവാനുമായ വസിഷ്ഠൻ പൂർവം ആദ്യമേ തന്നെ മിത്രാവരണന്മാരുടെ പ്രീതിയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഇഷ്ടിം അകരോത്കില, ഒരു യാഗത്തെ ചെയ്തു അത്രേ. ഈ 10 പുത്രന്മാരുണ്ടാവുന്നതിന് മുമ്പുള്ള കഥയാണ് ഇപ്പോൾ പറയാൻ പോണത്. തത്ര ശ്രദ്ധാമനോ പത്നി ഹോതാരം സമയാചത ദുഹിത്രർത്ഥമുപാഗമ്യ പ്രണിപത്യ പയോവ്രത. ആ സമയത്ത്, ആ യജ്ഞം നടക്കുന്ന സമയത്ത് മനോപത്നി ശ്രദ്ധ, മനുവിൻ്റെ പത്നിയായിട്ടുള്ള ശ്രദ്ധാദേവി ദുഹിത്രർത്ഥം, അതായത് മനുവിന് ഒരു പുത്രൻ ആൺകുട്ടി ഉണ്ടാവണം എന്നുള്ള ഭാവത്തോടു കൂട്ടിയാണ് ഈ മിത്രാവരണന്മാർക്കുള്ള യജ്ഞം നടത്തുന്നത്. ആ സമയത്ത് തനിക്കൊരു പെൺകുട്ടി ഉണ്ടാവണം എന്നാണ് ഈ ശ്രദ്ധാദേവിക്ക് ആഗ്രഹം. അവരെന്ത് ചെയ്തു? പയോവ്രത കനുഷ്ഠിച്ചവളായിട്ട് ഹോതാരം ഉപാഗമ്യ, യജ്ഞത്തിൻ്റെ ഹോതാവിനെ സമീപിച്ച് പ്രണിപത്യ, അദ്ദേഹത്തിനെ നമസ്കരിച്ച് സമയാചത, അദ്ദേഹത്തിനോട് യാചിച്ചു, ഈ യജ്ഞം കൊണ്ട് എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവാൻ എന്നുള്ള രീതിയിൽ മന്ത്രങ്ങൾ ചെല്ലണേ എന്നുള്ള രീതിയിൽ. പ്രേഷിതോദ്ഭര്യുണാഹോത ധ്യായം സ്ഥൽ സുസമാഹിത ഹവിഹി വ്യജരത്തേന വഷട്കാരം ഗൃണൻ ദ്വിജാ. അധ്വര്യുണ പ്രേഷിത ഹോത, ഈ അധ്വര്യുവിനാൽ നിയുക്തനായിട്ടുള്ള ഹോതാവായുള്ള ബ്രാഹ്മണൻ ഹവിഷി തൽ സുസമാഹിത ധ്യായൻ, അതായത് ആ ഹവിസ് കയ്യിലെടുത്തത് ഏകാഗ്രതയോടെ ധ്യാനിച്ചുകൊണ്ടും വഷട്ട് എന്ന മന്ത്രം ഗണം ജപിച്ചുകൊണ്ടും തേന, അതുകൊണ്ട് വ്യചരൽ ആഹൂതി ചെയ്തു. അതായത് ആ ദേവിയുടെ ഈ ആഗ്രഹം കാണിച്ചുകൊണ്ട് ആ രീതിയിലാണ് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ഹോതാവ് ഹോമിച്ചത്. ഹോതു തൽ വ്യഭിചാരേണ കന്യേളാ നാമസാഭവൽ തം വിലുക്യമനുപ്രാഹ നാദിദുഷ്ടമനാ ഗുരും. ഹോതു തദ്വ്യഭിചാരേണ, ആ ഹോതാവിൻ്റെ ആ വ്യതിയാനം കാരണം ഇളാനാമ കന്യ, അതായത് ആൺകുട്ടി ഉണ്ടാവുന്നതിന് പകരം ഉണ്ടായ സന്തതി ഇള എന്ന പേരിലുള്ള ഒരു കന്യകയായിരുന്നു പറയുകയാണ്. അവൾ ഉണ്ടായി. ആ സമയത്ത് താൻ വിലോക്കി അവളെ കണ്ടിട്ട് നാദിദുഷ്ടമൻ, അത്ര വേണ്ടത്ര തൃപ്തിയില്ലാത്ത രീതിയിൽ മനു ഗുരും പ്രാഹ, തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് മനു ഇങ്ങനെ പറഞ്ഞു. അതായത് വസിഷ്ഠൻ മിത്രാഭരണന്മാരെ പ്രസാദിപ്പിച്ച് യജ്ഞം നടത്തിയത് എന്തിനാണ്? മനുവിന് പുത്രനുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തനിക്ക് പുത്രിയാണ് വേണ്ടതെന്ന അപേക്ഷ ഹോതാവെന്ന യജ്ഞത്തിലെ ഹോതാവ് എന്നുള്ള പുരോഹിതനെ സമീപിച്ചിട്ട് ഈ ശ്രദ്ധാദേവി പറഞ്ഞു. അധ്വര്യു എന്ന പുരോഹിതൻ നിർദ്ദേശിച്ച പ്രകാരം ഹോതാവ് കർമ്മങ്ങൾ ആരംഭിച്ചു. ഏകാഗ്രതയോടെ ആ ശ്രദ്ധാദേവിയുടെ ഇംഗിതം ധ്യാനിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിച്ച് കവിസർപ്പിച്ചത്. ആ ഹോതാവ് വരുത്തിയ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് പുരുഷ സന്താനത്തിന് പകരം ഇള എന്നുള്ളൊരു കന്യയാണ് പിറന്നത്. അപ്പോഴാണ് അസന്തുഷ്ടനായിട്ട് മനു വസിഷ്ഠനോട്, ഗുരുവായിട്ട് വസിഷ്ഠനോട് ചോദിക്കുകയാണ്, ഭഗവൻ കിമിതം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം വിവല്യമഹോ കഷ്ടം നൈവം സ്യൽ ബ്രഹ്മവിക്രിയ. ഏ ഭഗവൻ, അഹോ കഷ്ടമായിട്ടോ ബ്രഹ്മവാദിനാം വ ഇതം കർമ്മ, വേദജ്ഞന്മാരായിട്ടുള്ള ഭവാന്മാരുടെ ഈ കർമാനുഷ്ഠാനം എങ്ങനെ വിപര്യം എങ്ങനെ ഈ വിപരീത ഫലം ഉളവാക്കി, എങ്ങനെ സംഭവിച്ചു ഇപ്രകാരം? ബ്രഹ്മവിക്രിയ മാസ്യ, സാധാരണ ഈ വൈദിക കർമ്മങ്ങൾക്ക് വിപരീത ഫലം ഉണ്ടാവാൻ പാടില്ലാത്തതാണല്ലോ, പക്ഷെ എങ്ങനെയാണ് അത് ഉണ്ടായത്? യൂയം മന്ത്രവിദോ യുക്ത തപസാദ്ഗിൽഭിഷാം കുത സങ്കൽപ്പവൈഷമ്യം അനൃതം വിഭുദേഷ്വിവ. ഭവാന്മാർ യൂയം മന്ത്രവിദ, വേദമന്ത്രങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ്. തപസ ദഗ്ധകൽപിഷ, തപശക്തി കൊണ്ട് എല്ലാ പാപങ്ങളും ദഹിപ്പിക്കപ്പെട്ടവരാണ്. യുക്ത, യോഗ്യകളുമാണ്. അങ്ങനെയുള്ള സമയത്ത് അനൃതം വിഭൂതേഷു ഇവ, ഈ അസത്യം ദേവന്മാർക്കിടയിൽ ഇങ്ങനെ കടന്നുകൂടിയാൽ എന്നോണം ഈ സങ്കല്പത്തിന് വൈപരീത്യം എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നിശമ്യവചസ്തസ്യ ഭഗവാൻ പ്രപിതാമഹ ഹോതുർവ്യതിക്രമം ജ്ഞാത്വാ ഗവാഷേ രവിനന്ദനം തസ്യ തത് വച നിശമ്യ, അദ്ദേഹത്തിൻ്റെ ഈ മനുവിൻ്റെ ആ വാക്ക് കേട്ടിട്ട് ഭഗവാൻ പ്രപിതാമഹ, ഭഗവാനായിട്ടുള്ള ഞങ്ങളുടെ മുതുമുത്തച്ഛനായിട്ടുള്ള വസിഷ്ഠൻ ഹോതു വ്യതിക്രമം ജ്ഞാത്വ, ആലോചിച്ച് മനസ്സിലായി, ഹോതാവിൻ്റെ പിഴവുകൊണ്ടാണ് ഇത് മനസ്സിലായിട്ട് രവിനന്ദനം, രവിയുടെ പുത്രനായിട്ടുള്ള വിവസ്വാന്റെ പുത്രനായിട്ടുള്ള മനുവിനോട് ഇപ്രകാരം ബഭാഷെ പറഞ്ഞു.
എന്താണ് പ്രപിതാമഹൻ എന്ന് പറയാൻ കാരണം ശുഗന്റെ പിതാവ് ആരാണ്? ബാദരായണൻ വ്യാസൻ. വ്യാസന്റെ അച്ഛൻ പരാശരൻ. അപ്പോൾ അത് പിതാമഹനാണ് ശുഗബ്രഹ്മർഷി. അപ്പോൾ പ്രപിതാമഹൻ ശക്തി, ശക്തിയുടെ പിതാവായുള്ള വസിഷ്ഠനും പ്രപിതാമഹൻ തന്നെ. അങ്ങനെയാണ് എന്താണ് ഭഗവാൻ പ്രപിതാമഹ എന്ന് പറയാൻ ശ്രീ ശുഗബ്രഹ്മർഷി പറയാൻ കാരണം മുതുമുത്തച്ഛനാണ് അദ്ദേഹത്തിൻ്റെ. ഏതൽ സങ്കല്പവൈഷമ്യം ഹോതുസ്തേവ്യ വിചാരത തഥാപി സാധയിഷ്യേതേ സുപ്രജാസ്ത്വം സ്വതേജസാ തേ ഹോതു വ്യഭിചാരത. ഭവാന്റെ ഹോതാവിൻ്റെ പിഴവ് നിമിത്തമാണ് ഏതൽ സങ്കല്പ വൈഷമ്യം, ഇങ്ങനെയുള്ള ഈ സങ്കല്പത്തിന് വിപരീത ഫലം ഉണ്ടായത്. തഥാപി എങ്കിലും തേ സുപ്രജാസ്തു, അങ്ങക്ക് ഒരു സൽപുത്ര സന്താനം ഉണ്ടാവുക എന്നതിനെ സ്വതേജസാ സാധയിഷ്യേ, നമ്മുടെ തപശക്തി കൊണ്ട് സാധിപ്പിച്ചു തരാമെന്ന് വസിഷ്ഠൻ ഇദ്ദേഹത്തിന് മനുവിന് വാക്കു കൊടുക്കുകയാണ്. ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സമായശ ഹസ്തൗഷിൽ ആദിപുരുഷം ഇളായാ പുംസ്ത്വകമ്യയാ. എന്നിട്ട് പരീക്ഷത്തെ മഹായശ സ ഭഗവാൻ, മഹായശസ്വിയായിട്ടുള്ള ആ വസിഷ്ഠ ഭഗവാൻ ഏവം ഇപ്രകാരം തീരുമാനിച്ചിട്ട് ഇളായാ പുംസ്ത്വകമ്യ, ഈ ഇള എന്ന കന്യകയെ പുരുഷത്വം സിദ്ധിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് ആദിപുരുഷം അസ്തൗഷിയിൽ, ആദിപുരുഷനായിട്ടുള്ള മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരീശ്വര ദദാവിളാഭവൽത്തേന സുദ്യുമ്ന പുരുഷ. ഭഗവാൻ ഈശ്വര ഹരി, ഭഗവാനും ഈശ്വരനുമായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു തുഷ്ട സന്തോഷിച്ചിട്ട് തസ്മൈ കാമവരം ദദൗ, ആ വസിഷ്ഠന് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വരത്തെ കൊടുത്തു. തേന അതു നിമിത്തം ഇള സുദ്യുമ്ന പുരുഷ ഋഷഭ അവവൽ, ഇള എന്ന കന്യക സുദ്യുമ്നൻ എന്ന് പേരോട് കൂടിയിട്ടുള്ള പുരുഷശ്രേഷ്ഠനായിട്ട് ഭവിച്ചു. സ ഏകദാ മഹാരാജ വിചരൻ മൃഗയം വനേ വൃത കതിവയാമാത്യൈർ അശ്വമാരുഹ്യ സൈന്ധവം പ്രഗൃഹ്യ രുചിരം ചാപം ശരാംശ്ച പരമത്ഭുതൻ ദംശിതോനുമൃഗം വീരോ ജഗാമതിശമുത്തരാം. ഈ രാജൻ പരീക്ഷത്തെ ഏകദാ വീരസവീരനായിട്ടുള്ള ഈ സുദ്യുമ്നൻ ഒരിക്കൽ കതിപയാമാത്യൈ വ്രത, കുറെ മന്ത്രിമാരോട് കൂടിയിട്ട് ദംശിത രുചിരം ചാപം, കവചൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള വില്ലും പരമ അത്ഭുതൻ ശരാൻ അത്യത്ഭുത ആശ്ചര്യങ്ങളായിട്ടുള്ള അമ്പുകളും എടുത്ത് പ്രഗൃഹ്യ സൈന്ധവം അശ്വമായ സിന്ധുദേശത്തിലുണ്ടായിട്ടുള്ള ആ കുതിരപ്പുറത്തൊക്കെ കയറി വനേ അനുമൃഗം മൃഗയാം ചരൻ, കാട്ടില് മൃഗങ്ങളെ നായാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു കിടന്നിട്ട് ഉത്തരാം ദിശം ജഗ, അങ്ങനെ വടക്ക് ഭാഗത്തേക്ക് അങ്ങനെ പോയി നായാട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. സകുമാരോ വനം മേരോ രഥസ്ഥാൽ പ്രവിവേശ യത്രാസ്തേ ഭഗവാൻ സർവോ രമമാണ സഹോമയാ. ഭഗവാൻ സർവ ഉമയാ സഹ എത്ര രമമാണ് ആസ്തേ. ഈ സുദ്യുമ്നനും സേനാനികളും ആ കുതിരയൊക്കെ കൂടി പോയത് എവിടേക്കാണ്? ആ ഉത്തഭാഗത്തിലെ ഇളാവൃതം എന്ന് പറയില്ല, എവിടേക്കാണ് പോയത്? അവിടെ എങ്ങനെയാണ് ഭഗവാനായിട്ടുള്ള പരമേശ്വരൻ പാർവതീദേവിയോട് കൂടിയിട്ട് അവിടെ അങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അത് മേരോ അധസ്ഥാൽ, മേരുപർവ്വതത്തിൻ്റെ അടിവാരത്തിലുള്ള ആ വനത്തിലേക്കാണ് ആ രാജകുമാരൻ പ്രവേശിച്ചു പോയത്. തസ്മിൻ പ്രവിഷ്ട ഏവാസൗ സുദ്യുമ്ന പരവീരഃ അവശ്യൽ ശ്രിയമാത്മാനം അശ്വം ച പടവം നൃപാ. ഈ പരീക്ഷത്തെ ഈ ശത്രുവീരന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നവനായിട്ടുള്ള സുദ്യുമ്ന, അതിവീരനായിട്ടുള്ള ഈ സുദ്യുമ്നൻ തസ്മിൻ അവിടെ ആ വനത്തിലാണ് പ്രവേശിച്ചപ്പോൾ തന്നെ ആത്മാനം സ്ത്രീയം, തന്നെ പെട്ടെന്നൊരു പെണ്ണായി മാറിയതായും അശ്വം തൻ്റെ ആൺകുതിരയെ ഒരു പെൺകുതിര പെൺകുതിരയായും അവശ്യൽ മാറിയതായിട്ട് കണ്ടു. തഥാ തദനുഗാ സർവേ ആത്മലിംഗവിവല്യം ദൃഷ്ട്വാ വിമനസോ ഭൂവൻ വീക്ഷമാണാ പരസ്പരം. എന്ന് മാത്രമല്ല തദനുഗ, അദ്ദേഹത്തിന് അനുയായികൾ സർവേ, കൂടെ ഉണ്ടായിരുന്ന സേനാനികളെല്ലാവരും തന്നെ തഥാ അപ്രകാരം ആത്മലിംഗ വിവില്യം, അവരവരുടെ ലിംഗ വൈപരീത്യം ദൃഷ്ട്വ, അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്ത്രീകളായി എന്ന് പറയുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പരസ്പരം വീക്ഷമ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് വിമനസ അഭൂവൻ, മനം നൊന്തവരായിട്ട് തീർന്നു എന്ന് പറയുകയാണ്. എന്താ അതിൻ്റെ
കാരണം നിശ്ചല എല്ലാവരും സ്ത്രീകളായി പറഞ്ഞ അപ്പിക്ക് വളരെ വിഷമായി. അപ്പോഴാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്, രാജോവാച കഥമേവം ഗുണോദേശ കേനവാ ഭഗവൻ കൃത പ്രശ്നമേനം സമാചക്വ പരം കൗതൂഹലംഘിനാ. ഈ ഭഗവൻ ശ്രീശിവബ്രഹ്മത്തെ ഈ ഞങ്ങൾക്ക് കേൾക്കാൻ വളരെയധികം കൗതൂഹലം, എന്താണ് കൗതുകം തോന്നുന്നു പറയുകയാണ്. അതായത് ഇപ്രകാരം സ്വഭാവ വിശേഷമുള്ള ഈ ദേശം എവിടെയാണ്, കേനവാ ആരാൽ എപ്രകാരം ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയുകയാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പുരുഷന്മാരൊക്കെ സ്ത്രീകളാന്നൊക്കെ പറഞ്ഞാൽ എന്തോ അതിന് വലിയൊരു കഥ ഉണ്ട്, അതറിയാൻ ആഗ്രഹമുണ്ടെന്ന് പരീക്ഷിത്ത് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് ശ്രീശുഭവു വാച ഏകദാ ഗിരിശം ദ്രഷ്ടും ഋഷയസ്തത്ര സുബ്രത ദിശോ വിധിമിരാവാച ഉർവന്ത സമുപാഗമൻ. ഒരിക്കല് ഈ പരീക്ഷിത്തെ ഒരിക്കല് സാക്ഷാൽ പരമേശ്വരൻ ഇങ്ങനെ പാർവതി ദേവിയോടുകൂടി ഈ ഇളാവൃതത്തിൽ അങ്ങനെ ഈ വനത്തിൽ അങ്ങനെ കഴിയുന്ന സമയത്ത് നല്ല വ്രതാനുഷ്ഠാനങ്ങൾ ശീലിച്ച സുവ്രത ദിശ വിധിമിരാഭാസ കുർവന്ത, നല്ല വ്രതാനുഷ്ഠാനങ്ങൾ ശീലിച്ചവരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷിമാര് അവരെങ്ങനെയാണ് അവരുടെ കാന്തി കൊണ്ട് ഈ ആ ചുറ്റുമുള്ള ഇരുട്ടും മുഴുവൻ തന്നെത്തെ തങ്ങളുടെ കാന്തി കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് അവരങ്ങനെ വരണത്. അവരെന്തിനാ വന്നത്? ഈ വനത്തിൽ വന്ന് പരമേശ്വരനെ ദർശിക്കാൻ വേണ്ടിയിട്ട്. ഗിരീശം ദ്രഷ്ടും ഏകദാ തത്ര സമുപാഗമൻ, ഒരിക്കലും അവിടെ വരികയുണ്ടായി. താൻ വിലോക്യ അംബികാദേവി വിവാസാവൃഡിതാവൃശം ഭർത്തുരംഗാൽ സമുദ്ധായ നീവീമശ്വതവല്യതാൽ. ആ സമയത്ത് ദേവി അംബികാദേവി വിവസ്ത്രയായിട്ട് അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ മഹർഷിമാരെ കൂടി അവിടെ കയറി വന്നപ്പോൾ വ്രീഡിത ലജ്ജിച്ചവളായിട്ട് ആ ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആശു പര്യത പെട്ടെന്ന് ആ വസ്ത്രമൊക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. ഋഷയോ അപിതയോർവീക്ഷ്യ പ്രസംഗം രമമാണയോ നിവൃത്ത പ്രയുസ്തസ്മാൽ നരനാരായണാശ്രമം. ഈ രമമാണയോ തയോ പ്രസംഗം വീക്ഷ്യ. ഇപ്പം മഹർഷിമാരും ഇവിടെ വന്നപ്പോൾ അവർക്ക് അബദ്ധമായി. കാരണം ഇവിടെ പരമേശ്വരനും പാർവതീദേവി രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അവർക്ക് കണ്ടിട്ട് ഋഷയാവി അവർ മഹർഷിമാരെല്ലാം പെട്ടെന്ന് അവിടുന്ന് മടങ്ങിയിട്ട് നരനാരായണാശ്രമം നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്കാണ് പോയി. അവിടെയാണ് ഈ കാമവും ഇതൊന്നും ഇല്ലാണ്ടല്ല കാമവേരി ജയിച്ചവരാണ് അവർ. അവിടേക്കാണ് പോയി മഹർഷിമാരൊക്കെ കൂടിയിട്ട് ബദരിയാശ്രമത്തിലേക്കാണ് അവർ പോയത്. കാരണം ശൃംഗാരചേഷ്ടകളൊക്കെ കാണുന്നത് തന്നെ പാപമാണ് എന്നാണ്. അതുകൊണ്ടാണ് കേവലം അപ്രതീക്ഷിതമായിട്ടാണ് ആ മഹർഷിമാർ ആ രംഗം കാണാനിടയായത്. എങ്കിലും അവർക്ക് വലിയ വൈമനസ്യം ഉണ്ടായി എന്നുകൊണ്ട് തോന്നി. അതുകൊണ്ടാണ് അവർ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു തീർത്ഥാടനമായിട്ടാണ് ബദരിയാശ്രമത്തിലേക്ക് അങ്ങോട്ട് പോയത്. തരിതം ഭഗവാനാഹ പ്രിയായാ പ്രിയകമ്യയാ സ്ഥാനം യ പ്രവിശേദേതൽ സവൈയോഷിൽ ഭവേദിതി തൽ ഏതസ്ഥാനം. ഇത് മനസ്സിലാക്കിയപ്പോൾ പരമേശ്വരൻ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ ഇങ്ങനെ അബദ്ധങ്ങളൊന്നും വരണ്ട. അതായത് ആരെങ്കിലും ഇങ്ങനെ തങ്ങളിങ്ങനെ കഴിയണ സ്ഥലത്ത് വന്നാലല്ലേ ഈ പരിഭ്രമമുള്ളൂ. അതുകൊണ്ട് അതിനാൽ ഈ ഏതസ്ഥാനം പ്രവേശില്ല, ഏതൊരുവൻ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നുവോ സവൈ അവൻ യോഷിൽ ഉടൻ തന്നെ സ്ത്രീയായിട്ട് തീരട്ടെ എന്ന് പ്രിയായ പ്രിയകാമയെ തൻ്റെ പത്നിയായുള്ള പാർവതീദേവിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇതമാക ഇങ്ങനെ പറഞ്ഞു അത്രേ. അങ്ങനെ ആ ഭഗവാന്റെ ആയതുകൊണ്ടാണ് അവിടെ അല്ലേ തഥ ഊർധ്വം വനം തദ്വൈ പുരുഷാവർജയന്തി സാ ചാനുജര സംയുക്ത വിചാരവനൽവനം. തഥ ഊർധ്വം അതിൽ പിന്നെ പുരുഷ തദ്വനം വർജയന്തി വൈഹി. അത് മനസ്സിലാക്കിയിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ആ വനത്തെ വർജിക്കുക തന്നെ ചെയ്തു വന്നു പറയുകയാണ്. സാച്ച അവളാകട്ടെ ആര്? ഈ സുദ്യുമ്നൻ ഇപ്പൊ സ്ത്രീ ആയി, അതുകൊണ്ടാണ് സാ അവളായത്. അനുചര സംയുക്ത അനുചരന്മാരോടുകൂടി അവരൊക്കെ അനുചരിമാരായി. ഇപ്പോൾ അവര് വനം വിചാര അവരിങ്ങനെ കാട്ടിലങ്ങനെ ചുറ്റി ഒക്കെ സ്ത്രീകളായില്ലേ. ഇപ്പോൾ അവരിപ്പോൾ കാട്ടിലങ്ങനെ ചുറ്റി നടക്കാൻ തുടങ്ങി. ആ സമയത്ത് അതതാം ആശ്രമാഭ്യാസേ ചരന്തിം പ്രമദോത്തമം സ്ത്രീഭി പരിവൃതം വീക്ഷ്യ ജഗമേ ഭഗവൻ ബുധ. അപ്പൊ ഇങ്ങനെ അതിസുന്ദരിയായിട്ടുള്ള ഒപ്പം തന്നെ അതിസുന്ദരികളായിട്ടുള്ള മറ്റേ ഈ സേനാനികന്മാരൊക്കെ സ്ത്രീകളായില്ലേ. ആ തോഴിമാരോട് കൂടിയിട്ട് അങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ആ
ആ സമയത്ത് ആ ആശ്രമത്തിന്റെ പരിസരത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് താം പ്രമദോത്തമാം വിഖ്യ അതിസുന്ദരിയായിട്ടുള്ള ആ ഇളയെ കണ്ടിട്ട് ഭഗവാൻ ബുധ ചകമേ ഭഗവാനായിട്ടുള്ള ബുധൻ കാമിച്ചു പ്രേമിച്ചു എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ ആരാണ് ഈ ബുധൻ? ബുധൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പുത്രനാണ്. അതാണ് സോമവംശം എന്ന് വരാൻ കാരണം. അതാണ് അതിന് പിന്നെ ചന്ദ്രന്റെ കഥയൊക്കെ പിന്നീട് പറയും. ഇവിടെ തുടക്കം ഇങ്ങനെയാണ്: സാവിധം ചകമേ ശുഭ്രു സോമരാജസുതം പതിം സദസ്യം ജനയാമാസ പുരൂരവസമാത്മജം. ശുഭ്രു സ അഭി അവളും ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള ശുഭ്രു എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പുരുകക്കൊടിയുള്ളവളെ നടത്തും. ആ സുന്ദരിനെ അർത്ഥമുള്ളൂ. സുന്ദരിയായിട്ടുള്ള ഇളയും സോമരാജാവിന്റെ പുത്രനായ ബുധനെ പതിഞ്ചകമേ ആ ഭർത്താവായിട്ട് കാമിച്ചു. അങ്ങനെ ബുധൻ അവളെ വിവാഹം കഴിച്ചു. തസ്യം അവളിൽ ബുധൻ പുരൂരവസ് എന്ന പുത്രനെ ജനയാമാസ ജനിപ്പിച്ചു. ഏവം സ്ത്രീത്വമനുപ്രാപ്ത സുദ്യുമ്നോ മാനവോ നൃപ സസ്മാര സ്വകുലാചാര്യം വസിഷ്ഠമിതി ശുശ്രുമാ. മാനവ സുദ്യുമ്ന മനുപുത്രനായിട്ടുള്ള സുദ്യുമ്നൻ എന്ന രാജാവ് ഇപ്രകാരം സ്ത്രീത്വം വീണ്ടും പ്രാപിച്ചവനായിട്ട് സ്വകുലാച തൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ സ്മരിച്ചു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് ഇങ്ങനെ സുദ്യുമ്നൻ ആദ്യം പെണ്ണായിരുന്നു, ഇപ്പൊ വീണ്ടും പെണ്ണായ സമയത്ത് അദ്ദേഹം തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠനെ സ്മരിച്ചു. ആ സമയത്തോ സദസ്യതാം ദശാം ദൃഷ്ട്വാ കൃപയാ വൃഷപീഡിത സുദ്യുമ്നസ്യാസയൻ പുംസ്ത്വം ഉപാദാവതശങ്കരം. അദ്ദേഹം അതായത് ഈ എന്ന് പറഞ്ഞാൽ വസിഷ്ഠ മഹർഷി തസ്യ താം ദശാം അയാളുടെ ആ അവസ്ഥയെ കണ്ടിട്ട്, അതായത് തൻ്റെ ആ രാജതിലെ തൻ്റെ ശിഷ്യനായിട്ടുള്ള സുദ്യുമ്നന്റെ അവസ്ഥയെ കണ്ടിട്ട് കൃപയാ വൃഷപീഡിത കാരുണ്യത്താൽ വല്ലാണ്ട് വലഞ്ഞിട്ട് സുദ്യുമ്നസ്യ പുംസ്ത്വം ആശയൻ സുദ്യുമ്നനെ വീണ്ടും പുരുഷം ആക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശങ്കരം ഉപാധാവത പരമേശ്വരനെ പോയി ശരണം പ്രാപിച്ചു. തുഷ്ടത്തസ്മൈ സ ഭഗവൻ ഋഷയേ പ്രിയമാവഹൻ സ്വാം ച വാചമൃതം കുർവൻ ഇതമാഹ വിശാംബദേ. ഈ വിശാംബദേ പരീക്ഷത്തെ തുഷ്ട സ ഭഗവാൻ വസിഷ്ഠന്റെ ആ പൂജ കൊണ്ട് സന്തുഷ്ടനായിട്ടുള്ള പരമേശ്വരൻ തസ്മൈ ഋഷയ വസിഷ്ഠ മഹർഷിക്ക് പ്രിയം ആഹവൻ പ്രിയത്തെ ചെയ്യുവാനും അതേസമയത്ത് സ്വാം വാചം തൻ്റെ പത്നിക്ക് കൊടുത്ത വാക്കിനെ ഹൃദം സത്യമാക്കി ചെയ്യുവാനുമായി ഇതം ആഹ ഇപ്രകാരം പറഞ്ഞു. അതായത് വസിഷ്ഠനെ സന്തോഷിപ്പിക്കണം, പാർവതിദേവിക്ക് കൊടുത്തുള്ള വാക്കും ഇതില്ലേ മാറാൻ പാടില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞു? മാസം പുമാൻ സഭവിത മാസം സ്ത്രീ തവ ഗോത്രജ ഇത്തം വ്യവസ്ഥയാ കാമം സുദ്യുമ്നോവതുമേദിനിം. തവ ഗോത്രജ അങ്ങയുടെ ശിഷ്യപരമ്പരയിൽപ്പെട്ട അയാൾ ഒരു മാസക്കാലം പുമാൻ പുരുഷനായും പിന്നീടൊരു മാസം സ്ത്രീയായും ഭവിത ഇരിക്കുന്നതാണ്. ഇത്തരം ഇത്തരമുള്ള വ്യവസ്ഥയോടെ സുദ്യുമ്ന മേദിനിയും കാമം അവതു. ഈ ഒരു വ്യവസ്ഥയിൽ സുദ്യുമ്നൻ രാജ്യം ഭരിച്ചോട്ടെ എന്ന് ആ പരമേശ്വരൻ അങ്ങനെ ഇതിനോട് പറഞ്ഞു. ആചാര്യാനുഗ്രഹാൽ കാമം ലബ്ധ്വാ പുംസ്ത്വം വ്യവസ്ഥയാ പാലയാമാസ ജഗതിം നാഭ്യനന്ദൻ സ്മതം പ്രജാ. അങ്ങനെ ആചാര്യ അനുഗ്രഹാൽ തൻ്റെ കുലാചാര്യനായിട്ടുള്ള വസിഷ്ഠന്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രകാരമുള്ള വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പുംസ്ത്വം പുരുഷഭാവത്തെ ലഭിച്ചിട്ട് ജഗതിയും കാമം പാലയാമാസ രാജ്യത്തെ ഇച്ഛാനുസരണം പരിപാലിച്ചു. എന്നാലോ പ്രജ തം ന അഭ്യനന്ദൻ സ്മ രാജ്യത്തിലെ പ്രജകൾക്കൊന്നും അത് അത്രയും ഇഷ്ടായില്ല എന്ന് പറയുകയാണ്. തസ്യുത്കലോ ഗയോ രാജൻ വിമലശ്ച സുതാസ്ത്രയ ദക്ഷിണാഭതരാജാനോ ബഭൂവു ധർമ്മവത്സല. ഇങ്ങനെ സുദ്യുമ്നൻ ആണായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രാജാവായിട്ട് വളരും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ധർമ്മത്തിൽ തൽപരരായ ഉത്കല ഗയ വിമല, അതായത് ഉത്കലൻ ഗയൻ വിമലൻ എന്ന് പറഞ്ഞുള്ള 3 പുത്രന്മാരുണ്ടായി. അവരെല്ലാവരും ദക്ഷിണാപഥ ദക്ഷിണ ഭാരതത്തിലെ രാജാക്കന്മാരായി തീർന്നു. മറ്റേ സ്ത്രീ സമയത്ത് കാട്ടിൽ പോകും, ആ സമയത്ത് ബുധന്റെ പത്നിയായിട്ട് അങ്ങനെയും കഴിഞ്ഞു കൂടും. തഥാ പരിണതേ കാലേ പ്രതിഷ്ഠാനപതി പ്രഭു പുരൂരവസ ഉത്സൃജ്യ ഗാം പുത്രായ ഗതോ വനം
പ്രതിഷ്ഠാനപതി, പ്രതിഷ്ഠാനം എന്ന തലസ്ഥാന നഗരിയിൽ അധിപനായി വാണിരുന്ന പ്രഭു, പ്രഭാവശാലിയായിട്ടുള്ള അദ്ദേഹം അതിൽ പിന്നെ കാലേ പരിണതെ, കാലം കഴിഞ്ഞ സമയത്ത് പുരൂരവസയെ പുത്രായ, പുരൂരവസ എന്നുള്ള തൻ്റെ പുത്രന് രാജ്യത്തെ വിട്ടുകൊടുത്തിട്ട് വനം, തപോവനത്തിലേക്ക് യാത്രയായി. വാർദ്ധക്യം വന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ഒരു മാസം ഇതൊക്കെ കരുതി അദ്ദേഹത്തിനായിട്ട് മടുത്തിട്ട് എന്ത് ചെയ്തു? തൻ്റെ നഗരം പുത്രനായിട്ട് പുരൂരവസിന് വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ച് അങ്ങനെ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം നവമസ്കന്ധേ ഇളോവാഖ്യാനേ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഈ അധ്യായത്തിലെ 2 വംശങ്ങളിലെയും തുടക്കമാണ് വെച്ചു. അതായത് ആദ്യം വിവസ്വാനിൽ നിന്ന് വൈവസ്വതമനുവിൻ്റെ 10 പുത്രന്മാരായിട്ട് ഇക്ഷ്വാകു വരെ എനിക്ക് അവർ പറയും. അവർ സോമവംശ, സൂര്യവംശം. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, സൂര്യവംശം. അതേ സമയത്ത് ഈ വൈവസ്വതമനുവിൻ്റെ ഒരു പുത്രനായിട്ടുള്ള സുദ്യുമ്നൻ ഇളയായ സമയത്ത് ചന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ബുധൻ വിവാഹം കഴിച്ചത് കാരണം ആ ചന്ദ്രവംശത്തിൽ നിന്ന് ബുധന് പുരൂരവശനായിട്ട് പുരൂരവംശത്തിൽ നിന്ന് ചന്ദ്രവംശം, 2 വംശങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇനി സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ കഥകളാണ് അടുത്ത അധ്യായം തൊട്ട് തുടരുന്നത്. ഹരേ കൃഷ്ണായ നമഃ.